കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി സ്വർഗം അയക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി വെച്ചിരിക്കുന്ന ചില വിടുതലുകളുണ്ട്. ആമേൻ. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി, നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി, ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ അടുത്തു വരാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. പക്ഷെ ഇതുവരെ ചില വിടുതലുകൾ ആമേൻ വന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, ഹല്ലേലൂയ, ആമേൻ, ചിലതിൻ്റെ വിടുതൽ സ്വർഗം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച, നിങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ പകർന്ന ചില വിഷയങ്ങളുടെ വിടുതലുകൾ, ഹല്ലേലൂയ, നിങ്ങളെ വ്യസനിപ്പിച്ച ചില രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ചില ബാധ്യതകൾക്കകത്തുനിന്നുള്ള വിടുതൽ, നിങ്ങളെ പിന്തുടർന്ന ചില പൈശാചിക മണ്ഡലങ്ങൾക്കകത്തു നിന്നുള്ള വിടുതൽ, ഹല്ലേലൂയ, ദൈവം ചിലതിനെ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ ഞാൻ ഇങ്ങനെ പറയും, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ, എന്ന് വെച്ചാൽ നടപ്പിലാക്കാനുള്ള ദിവസങ്ങൾ ഹല്ലേലൂയ ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രീ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില വിടുതലുകളെ നടപ്പിലാക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മഹത്വം ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങൾ സ്വർഗം അയക്കാൻ പോവുക എന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞ് റിസീവ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ പറയും, നിങ്ങളെ വിട്ട് നിങ്ങളുടെ നന്മ, നിങ്ങളുടെ വിടുതൽ മാറിപ്പോകത്തില്ല. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് യഥാസമയങ്ങൾ വന്നു വീഴാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കുഞ്ഞു ചിന്ത നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. വേഗത്തിൽ എടുക്കാമോ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 5 അതിൻ്റെ 5-6 വാക്യങ്ങൾ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. മതി. ഹല്ലേലൂയ. ആ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ 38 ആണ്ട് അവൻ രോഗം ബാധിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭാഗം? കുഞ്ഞു പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കറിയാം, ഞങ്ങളിത് പലതവണ വായിച്ചു, ഞങ്ങളതിൻ്റെ കഥ പറഞ്ഞു തരാം എന്ന് പറയും. ഹല്ലേലൂയ. അവൻ ഈ ഭാഗത്ത് പറയുന്നു, എന്നാൽ 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, അങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. എവിടെ ഉണ്ടായിരുന്നു? വചനം പറയുന്നു, ബെഥസ്ത എന്ന പേരുള്ള കുളത്തിൻ്റെ കരയിൽ. ഹല്ലേലൂയ. ഉണ്ട്. എവിടെ ഈ ബെഥസ്ത കുളം? വചനം പഠിച്ച അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ട്. ഈ ദിവസങ്ങളിൽ ആ ദേശം, ആ പട്ടണം യെരൂശലേം കടന്നു പോകുന്നത് ഒരു ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. ഉത്സവത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ആ പട്ടണം അല്ലെങ്കിൽ യെരൂശലേം കടന്നു പോകും. നമുക്കറിയാം, അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട്, യഹൂദന്മാർക്ക് ഉത്സവം ഒന്നല്ല, പല ഉത്സവങ്ങളുണ്ടായിരുന്നു. ഇവരുടെ ഓരോ ഉത്സവങ്ങളിലും അവൻ യെരൂശലേമിലുള്ള അല്ലെങ്കിൽ യഹൂദന്മാരായിരിക്കുന്ന എല്ലാ വ്യക്തികളും യെരൂശലേം ദൈവാലയത്തിനകത്തേക്ക് കൂടി വരും. അങ്ങനെ ഒരു പതിവുണ്ട്. ആമേൻ. അപ്പോൾ അതുപോലെ ഒരു ഉത്സവ സമയത്ത് യേശു ആമേൻ ഹല്ലേലൂയ യെരൂശലേമിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും ഉത്സവം കൂടാനാണ് വന്നെങ്കിൽ യേശു ഉത്സവം കൂടാൻ മാത്രമല്ല വന്നത്. ഹല്ലേലൂയ. യേശു വന്നത് ഉത്സവം എത്താത്ത ഒരു കോർണർ, ഹല്ലേലൂയ, ഈ ആമേൻ യെരൂശലേമിനകത്തുണ്ട്. ഹല്ലേലൂയ. ഉത്സവം എത്താത്ത ഒരു കോർണർ, ഒരു മൂല, ഒരു ഭാഗം യെരൂശലേമിനകത്തുണ്ട്. അത് തേടിയ യേശു കർത്താവ് വന്നേ. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ.
ഉറക്കം വരുന്നവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഉറങ്ങേണ്ട ഞാനാ. ഇന്നലെ തൃശ്ശൂർ മീറ്റിംഗ് കഴിഞ്ഞ് അമ്മനെ കട്ടിലോട്ട് കയറിയപ്പോൾ 2 മണി കഴിഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേറ്റത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരേലും ഇവിടെ ഇരുന്ന് ഉറങ്ങിയാൽ ഞാൻ അവരെ എഴുന്നേപ്പിച്ച് നിർത്തും. ഓക്കെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. യെരൂശലേമിൽ ആമേൻ 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 ഉത്സവം എത്താത്ത ഒരു കോർണറുണ്ട്. അതാ ഈ ബെഥസ്ദാ കുളത്തിന്റെ കര എന്ന് പറയുന്നത്. ബെഥസ്ദാ കുളക്കര എവിടെയാണ്? ആമേൻ ആട്ടുവാതിൽക്കല. എന്താ ഈ ആട്ടുവാതിൽക്കല? ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ നമ്മൾ വചനം പഠിച്ച സംഖ്യാപുസ്തകം 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ആട്ടുവാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉത്സവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ആമേൻ ആട്ടുവാതിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ നെഹമ്യാ പ്രവാചകൻ നെഹമ്യാവ് ആമേൻ ആലയം പണിയുവാൻ, ആലയത്തിന്റെ ചുറ്റുമതിൽ പണിയുവാനായിട്ട് വരുമ്പോൾ ആമേൻ അതിനോടൊപ്പം തന്നെ 10 വാതിലുകൾ പണിയുന്നു. ഈ ആലയത്തിന്റെ മതിൽ എന്ത് പണിയുന്നുണ്ട്? 10 വാതിലുകൾ. ഹല്ലേലൂയ. ഏകദേശം 10ഓളം വാതിലുകൾ പണിയുന്നു. അതിൽ ഒരു വാതിലാണ് ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നെഹമ്യാവ് പണിത വാതിലുകളിൽ ഒരു വാതിൽ, ആട്ടുവാതിലുണ്ട്, മീൻ വാതിലുണ്ട്, ഇങ്ങനെ തുടങ്ങി കുറേ ഒരു 10ഓളം വാതിലുകൾ നെഹമ്യാവ് പണിതതായിട്ട് വചനത്തിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ ഒരു വാതിലും ആട്ടുവാതിൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആ അധ്യായം പഠിച്ചു നോക്കിയാൽ, 3-ാമത്തെ അധ്യായം പഠിച്ചു നോക്കിയാൽ ഈ അധ്യായം തുടങ്ങുന്നത് ആമേൻ വാതിലിൻ്റെ പണി തുടങ്ങുന്നത് എവിടെ നിന്നറിയാമോ? ആട്ടുവാതിൽ നിന്നാണ്. ഹല്ലേലൂയ. അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം നോക്കിയാൽ അതിൻ്റെ വാതിലിൻ്റെ പണി തീരുന്നത് എവിടെ നിന്നറിയാമോ? അതും ആട്ടുവാതില്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നെഹമ്യാവാണ് ഈ ആട്ടുവാതിൽ പണിയുന്നത്. ആട്ടുവാതിൽ പണിയുന്നത് നെഹമ്യാവായിരിക്കെ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത് വാതിൽ പണി തുടങ്ങുന്ന വാതിൽ ഏതാണ്? ആട്ടുവാതിലാണ്. ഒടുവിലായി പണി തീരുന്ന വാതിലാണ്, അതും ആട്ടുവാതിലാണ്. ഹല്ലേലൂയ. ഈ ആട്ടുവാതിലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്തിനാ ഇതിന് ആട്ടുവാതിൽ എന്ന് പറയാൻ കാരണം? ഹല്ലേലൂയ. നമുക്കറിയാം യെരൂശലേമിനകത്ത് ദൈവസന്നിധിയിൽ യാഗം കഴിക്കാൻ വരുന്നവർ, അവർ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർച്ചയായിട്ടോ പാപപരിഹാരയാഗമായിട്ടോ ഒരു പാപയാഗ മൃഗത്തെ കൊണ്ടുവരിക പതിവാണ്. ഹല്ലേലൂയ. ഒരു പാപയാഗ മൃഗത്തെ കൊണ്ടുവരിക പതിവാണ്. ഇവർ കൊണ്ടുവരുന്ന ഈ സമയത്ത് എവിടെന്നാ കൊണ്ടുവരുന്നതെന്നറിയാമോ? എല്ലാ വാതിലിലും കൂടെ യാഗമൃഗത്തെ അകത്തോട്ട് കയറ്റാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഇവർ ആട്ടുകൊറ്റനെ, കാളക്കൊറ്റനെ, അല്ലെങ്കിൽ കുറുമ്പ്രാവിനെ, ഇങ്ങനെ തുടങ്ങി ദൈവാലയത്തിലേക്ക് യാഗം കഴിക്കാൻ കൊണ്ടുവരുന്ന മൃഗങ്ങളെ അവൻ കൊണ്ടുവരുന്നത് ഈ ആട്ടുവാതിൽ വഴിയാണ്. അതുകൊണ്ടാണ് ഇതിനെന്ത് പേരിട്ടേക്കുന്നേ? ആട്ടുവാതിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനടുത്ത് തന്നെയായി ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. ഇതിനെ കച്ചവടം ചെയ്യാനായിട്ട് ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ക്രമീകരണമാണ് യെരൂശലേമിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ യെരൂശലേമിൻ്റെ ആട്ടുവാതിൽ എന്ന് പറയുന്നത് യാഗം കഴിക്കാനുള്ള, ഹല്ലേലൂയ, യാഗമൃഗങ്ങളെ കൊണ്ടുവരുന്ന വാതിലാണ് ആട്ടുവാതിൽ. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ വചനം പറയുന്നു, അവൻ നമുക്കൊരു വാതിലുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു വാതിലുണ്ട്. ഏതാ വാതിൽ? ഹല്ലേലൂയ. യേശുവാണ് ആ വാതിൽ. വചനം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഹല്ലേലൂയ. അവൻ വാതിൽ ഞാനാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അന്ന് പാപയാഗ മൃഗങ്ങളെ കൊണ്ടുവരുവാൻ അവൻ വെച്ചിരുന്ന ഡോറാണ് ഈ ആട്ടുവാതിൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ഈ കാലത്ത് ഒരു മൃഗത്തെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാട്, ഹല്ലേലൂയ, പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടപ്പോ, ഹല്ലേലൂയ, ഞാനും നിങ്ങളും ആ കുഞ്ഞാടിന്റെ രക്തത്താൽ എന്നേക്കുമായുള്ള പാപമോചനം പ്രാപിച്ചു, എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചു. അതുകൊണ്ട് അവൻ ഈ ഭാഗം പറയുമ്പോൾ ശ്രദ്ധിക്കുക. ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന, യേശുവിൽ ആശ്രയിക്കുന്ന, വാതിലിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ നമുക്ക് വേണ്ടുന്ന സകലതും കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഏത് വാതിലിന്റെ? യേശുവാകുന്ന വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് വേണ്ടി സ്വർഗം വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്നവരുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയായാലും ഏത് പ്രതികൂലമായാലും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു വാതിലുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാതിൽ. ഹല്ലേലൂയ. അതുപോലൊരു വാതിലിന്റെ അടുക്കൽ ഈ മനുഷ്യൻ കിടക്കുന്നേ. എവിടെ? ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ. ഹല്ലേലൂയ. ഞാൻ പറയാം, വാതിലിനടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പ്രത്യേകത, കുളത്തിലോട്ട് ഇറങ്ങുന്നവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. ഏത് വ്യാധി പിടിച്ചവനായാലും ആ കുളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി സൗഖ്യമാകും. ഹല്ലേലൂയ. അങ്ങനെ സൗഖ്യത്തിന് വേണ്ടി ഒരു വലിയ കൂട്ടം എവിടെ കിടക്കുക? ബെഥസ്ദാ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ്. ഇവരോട് ചോദിക്കുക, ഉത്സവത്തിന് പോകുന്നില്ലേ? ഇവർ പറയും താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വേണ്ടി കുളം കലങ്ങുന്നതെങ്കിലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 10 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ആമേൻ ഹല്ലേലൂയ എന്തോ ചെറിയ പ്രശ്നമേ ഉള്ളൂ. പുള്ളി പറയാം ഞാൻ പോയിട്ട് വരാം. അപ്പോൾ മറ്റേ ആൾ പറയുക എനിക്കൊരു പക്ഷേ ആ വ്യക്തി പോയ വേക്കൻസിയിൽ എനിക്കൊരു വിടുതൽ കിട്ടിയെങ്കിലോ. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് ഒരു കൂട്ടം പേർ കിടക്കുക. വചനം പറയുന്നു അങ്ങനൊരു വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തു കിടക്കുന്നതിനിടയിൽ ഒരു മനുഷ്യൻ കിടക്കുക. ഇദ്ദേഹത്തിന് പേര് പറഞ്ഞിട്ടില്ല. വചനം പറയുന്നു 38 രോഗം പിടിച്ചൊരു മനുഷ്യൻ. എന്ത് രോഗമാണെന്ന് പറയുന്നില്ല. പക്ഷപാത രോഗമായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ ഈ മനുഷ്യന് തന്നെ ഈ കുളത്തിന് ഇറങ്ങാൻ കഴിയാതെ ഈ മനുഷ്യൻ 38 വർഷമായി അവിടെ തന്നെ കിടക്കുന്നത്. ഹല്ലേലൂയ. ഈ മനുഷ്യന് വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, ഞാൻ കുളത്തിൽ ഇറങ്ങും, സൗഖ്യമാകും, വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. പക്ഷേ അവൻ 38 ആയപ്പോൾ ഈ മനുഷ്യന് പറയാനൊന്നുണ്ട്, സൗഖ്യമാകാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോയി. ഹല്ലേലൂയ. സൗഖ്യമാകാൻ മനസ്സ്. നമ്മളൊക്കെ അങ്ങനെയാ പലപ്പോഴും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഒരു 5 ദിവസം കാലുവേദനയാണ്. ആദ്യം ഈ കാലുവേദന നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും അല്ലേ? ചെറിയൊരു വേദന, കാലുവേദന വന്നു. കുറച്ച് ദിവസം ഈ കാലുവേദന നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും. ഡോക്ടറുടെ അടുത്ത് പോവും, മരുന്ന് വാങ്ങും, സുഖമില്ല. പാസ്റ്റർ അടുത്ത് പോവും, പ്രാർത്ഥിക്കും, കുറഞ്ഞില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അങ്ങ് മാറും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെന്തായി മാറും? നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം. ഞാൻ എന്ന വ്യക്തിയുടെ കൂടെ ഉള്ളതാണ്. ഈ കാലുവേദന എന്ന രീതിയിൽ ജീവിതത്തിൻ്റെ ഭാഗമായി ഇത് മാറും. ഞാനിങ്ങനെ പറയും, ഈ മനുഷ്യൻ 38 ആണ്ട് ഈ ഹല്ലേലൂയ ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുമ്പോൾ ആമേൻ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ രോഗം ഈ മനുഷ്യൻ്റെ ഭാഗമായി മാറി. ഹല്ലേലൂയ. ഈ കുളക്കടവ് ഈ മനുഷ്യൻ്റെ ഭാഗമായി മാറി. ലോകം മുഴുവൻ പറഞ്ഞു ഇവൻ 38 ആണ്ടായി ഇവിടെ കിടക്കുക. ലോകം മുഴുവൻ അവനെ കണ്ടു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പലരും അവിടെ വന്നവരും പോയവരും സൗഖ്യമായവരും ആകാമെന്ന് കിടക്കുന്നവരും ഒക്കെ ഈ മനുഷ്യനെ അവിടെ കണ്ടു, പക്ഷെ സൗഖ്യമായില്ല. പക്ഷെ വചനം പറയുന്നു ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നുവെന്നും 38 ആണ്ടായി എന്നും. ഹല്ലേലൂയ. യേശു അറിഞ്ഞപ്പോ, യേശു കണ്ടപ്പോ അവനെ തേടി കർത്താവ് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പരിചയിച്ചു പോയ, നിങ്ങളുടെ രീതിയായി പോയ, നിങ്ങൾ ഹല്ലേലൂയ അതിനോട് അഡ്ജസ്റ്റ് ആയി പോയ ചില വിഷയങ്ങൾ കിടക്കുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമ പറയുക, നിങ്ങൾ നീണ്ട നാളുകൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. നീണ്ട നാളുകൾ ആ വിഷയത്തെ ദൈവസ്ഥലിൽ കൊടുത്തായിരിക്കാം. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച് മടുത്തുപോയായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമാണ് പറയാനൊന്നുണ്ട്, ആ വിഷയത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതലിനെ അയക്കാൻ പോകുക. നീണ്ട നാളുകളായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന, എന്നാൽ നിങ്ങളെ വ്യസനിപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗം അയക്കാൻ പോവുക. ചിലത് നിന്റെ നാളുകളായി ദണ്ഡിപ്പിക്കാൻ തുടങ്ങിയിട്ട്, വർഷങ്ങളായി ചില വ്യസനിപ്പിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് വരെ അതിനകത്തൊന്നൊരു മാറ്റമില്ല. നീയായി തന്നെ അതിനെ അഡ്ജസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധമെന്ന് പറയുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനല്ല, നിലനിൽക്കുന്ന ഒരു വിടുതൽ അതിനകത്ത് തരുവാൻ വിശ്വസ്തനായവൻ നിന്നെ അറിഞ്ഞ് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇന്ന് നീ ആ വിഷയം പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി. ഇന്ന് ആ വിഷയം നിനക്കൊരു വിഷയമേ അല്ല. പക്ഷെ പരിശുദ്ധമായി പറയാനൊന്നുണ്ട്, നിന്നെ
ജീവിതത്തിന്റെ ഭാഗമായി മാറിയ നിന്നെ വ്യസനിപ്പിക്കുന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചലിക്കുക. നീ അതിനകത്ത് കിടക്കത്തില്ല. നീ എഴുന്നേൽക്കുക. നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, പക്ഷെ എഴുന്നേൽപ്പിക്കുവാൻ ഒരുവൻ നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. കഷ്ടത ജീവിതത്തിന്റെ ഭാഗമായി, സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിന്റെ ഭാഗമായി, അവൻ വേദനകൾ ജീവിതത്തിന്റെ ഭാഗമായി, കണ്ണുനീരുകൾ ജീവിതത്തിന്റെ ഭാഗമായി, ഒറ്റപ്പെടലുകൾ ജീവിതത്തിന്റെ ഭാഗമായി ആണ്ടുകളായില്ലേ നീ ഇങ്ങനെ വ്യസനിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധത പറയുക, നിന്നെ അറിയുന്ന ഒരുവൻ നിനക്ക് വേണ്ടി ഒരു വിടുതൽ നീ പ്രാർത്ഥിച്ച അന്ന് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അത് നിന്റെ അടുക്കലേക്ക് സ്വർഗം അയക്കാൻ പോകുക. ഇന്ന് ചിലതിനെ പൊട്ടിച്ചിട്ട് പുറത്തു വരിക. പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു. ഇന്ന് ചിലതിനെ പൊട്ടിച്ച് പുറത്തു വരിക. കാരണം ഇത് ഇന്നത്തേക്ക് ദൈവം നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നതാ. ഇന്ന് നിന്റെ കയ്യിലേക്ക് കൈമാറുവാൻ ദൈവം നേരത്തെ എഴുതി വെച്ചിരുന്ന ചില വിടുതലുകളെ സ്വർഗം നിനക്ക് വേണ്ടി അയക്കാൻ പോകുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. 38 ആണ്ടായി ഈ മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യേശു ജനിക്കുന്നതിന് മുമ്പേ ഈ മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയതാ. യേശുവിന് വയസ്സ് എത്രയായി? 30-നും 33-നും ഇടയ്ക്ക്. പരസ്യ ശുശ്രൂഷയുടെ ടൈമാണ് അത്. ഈ 3.5 വർഷത്തിനകത്തായി ഈ മനുഷ്യൻ ഇവിടെ കിടക്കാൻ തുടങ്ങി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ഈ മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 38 ആണ്ടായി. ഈ വിടുതലിന്റെ കുളം ആരുടേതാ? അത് യെരുശലേമിനകത്ത് ദൈവം കൽപ്പിച്ചു വെച്ചേക്കുന്ന കുളവാ. ഇറങ്ങുന്ന ദൂതൻ മനുഷ്യനല്ല, ഇറങ്ങുന്ന ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക. അതിൻ്റെ നടുവിൽ വിടുതലിന് വേണ്ടി ഒരു മനുഷ്യൻ 38 ആണ്ടായി കിടക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം, യേശു ഈ ലോകത്തിൽ ചെയ്തതൊന്നും അപ്പം തോന്നി ചെയ്തതല്ല. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിൽ ചെയ്തതൊന്നും അന്നേരം ഒരു ത്രില്ല് തോന്നി ചെയ്തതല്ല. ഹല്ലേലൂയ. അന്നേരം അവർ വന്നു ചെയ്തു അല്ല, അതല്ല. ഹല്ലേലൂയ. യേശു എന്തൊക്കെ ചെയ്തോ അതെല്ലാം ദൈവം മുൻകൂട്ടി കർത്താവിന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ്. പരിശുദ്ധാത്മാവ് യേശുവിനോട് എന്തൊക്കെ ചെയ്യാൻ നേരത്തെ പ്ലാൻ കൊടുത്തിട്ടുണ്ടോ? കർത്താവ് 33.5 വർഷക്കാലം ജീവിക്കണമെന്നും, ഹല്ലേലൂയ, ഗദശമനയിൽ പ്രാർത്ഥിക്കണമെന്നും, കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ 3 ഉയർത്തപ്പെടണമെന്നും, യോസേഫിന്റെ അരിമത്യക്കാരൻ യോസേഫിന്റെ കല്ലറയ്ക്കകത്ത് ഒതുക്കപ്പെടണമെന്നും, 3-ാം ദിവസം സകലത്തെയും ജയിച്ചെഴുന്നേൽക്കണമെന്നും തുടങ്ങി സകലതും യേശുവിന്റെ ജനനം മുതൽ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം വരെ സകലതും പ്രീ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ അതിനിടയിലുള്ള ഓരോ തുട്ടും തുരുമ്പും സകലതും അത് പ്രീ പ്ലാൻഡ് ആയിരുന്നു. സ്വർഗം യേശു കർത്താവ് വരുന്നതിന് മുന്നേ പറഞ്ഞു, ഒരുവൻ കിടക്കുന്നുണ്ട്, നീ ചെല്ലുമ്പോൾ ആണ്ട് 38 ആകും. അവൻ പ്രതീക്ഷിക്കുന്നത് വെള്ളത്തിന്റെ ഇളക്കമാ, പക്ഷെ അവന് വേണ്ടി അന്നു വരെ വെള്ളം കലങ്ങത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പലരും വിടുതൽ പ്രാപിച്ച് ദൈവ സാന്നിധ്യത്താൽ പലതും ഹല്ലേലൂയ സൗഖ്യമായി പല വിടുതലുകൾ പ്രാപിച്ച് നിൽക്കുമ്പോൾ, കർത്താവേ എനിക്ക് വേണ്ടി ഒരു ദിവസം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുണ്ടോ? ഇന്ന് പകൽക്കാലം പരിശുദ്ധത പറയുക, നിനക്ക് വേണ്ടി വെള്ളം കലങ്ങിയില്ലെങ്കിലോ, നിനക്ക് വേണ്ടി കുളം കലങ്ങിയില്ലെങ്കിലോ, നിനക്ക് ഇതുവരെ വിടുതൽ വന്നില്ലെങ്കിലോ, സ്വർഗം പറയുക, ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്ന് തൊടാൻ, ഞാൻ വരുന്നുണ്ട് നിന്നെ ഒന്ന് കാണാൻ. എനിക്ക് നിന്നെ അറിയാം. ലോകം അറിഞ്ഞില്ലെങ്കിലും മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാം. നിനക്ക് വേണ്ടി ഇതുവരെ കുളം കലങ്ങിയില്ലായിരിക്കാം, നിനക്ക് ആഗ്രഹിച്ച വിടുതൽ അന്നില്ലായിരിക്കാം, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് വേണ്ടി ഞാൻ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തീരുമാനിച്ചതല്ല. വർഷങ്ങൾക്ക് മുൻപ് എന്റെ വരവ് അനാദികാലത്ത് എന്റെ പിതാവ് നിശ്ചയിച്ചപ്പോൾ തന്നെ നിന്റെ വിടുതല് നിന്നുമായിട്ട് എൻകൗണ്ടർ അത് പ്രീ പ്ലാൻഡ്. ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിച്ച് പലവരും മടുത്തു പോയിട്ട് വിടുതലിന് വേണ്ടി ദൈവ
സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇതിനകത്തുണ്ടോ? കർത്താവിന് പറയാനൊന്നുണ്ടോ? നിങ്ങളുടെ വിടുതൽ കർത്താവ് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. പ്രീ പ്ലാൻ ചെയ്ത പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ, അത് നടപ്പിലാക്കാനുള്ള ദിവസമാസന്നമായി. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ സ്വർഗം ചിലതിനെ ആമേൻ പ്രാവർത്തികമാക്കാൻ പോവുക, നടപ്പിലാക്കി തീർക്കാൻ പോവുക. നാളുകളെ കാത്തിരുന്ന് ജീവിതത്തിൻ്റെ കൂടെ അവനൊരു ഭാഗമായി മാറിയ ആ വിഷയങ്ങളില്ലേ, അത് സ്വർഗം അറിയാഞ്ഞിട്ടല്ല, നീ പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ആ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, ചില നാളുകൾ കണ്ടിന്യൂസ് ആയി നിന്നെ കണ്ണുനീര് ഉടിപ്പിച്ച ആ വിഷയങ്ങളില്ലേ, അത് സ്വർഗം അറിയാഞ്ഞിട്ടല്ല, അതിനു വേണ്ടി സ്വർഗം ഒരു വിടുതലിന്റെ ദിവസം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. തിരിച്ചറിയുന്നവരുണ്ടോ? തിരിച്ചറിയുന്നവരുണ്ടോ? ചിലതിനെ ദൈവം നടപ്പിലാക്കാൻ പോവുക. നാളുകളായി കണ്ട് അനുഭവിച്ച് പരിചയിച്ച് ജീവിതത്തിൻ്റെ ഭാഗമായി പോയി. ഹല്ലേലൂയ. ഇനി വല്ലത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, വിടുതൽ വരുമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. കിട്ടിയാലും ഇല്ലേലും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെന്ന് പറഞ്ഞ് വിട്ടയച്ച് ദൈവസന്നിധി നിൽക്കുന്നവരുണ്ടോ? ഞാൻ പറയും, ബെഥസ്ദ കുളം നിനക്ക് വേണ്ടി കലങ്ങിയില്ലെങ്കിലും ഒരുവൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധമെന്ന് പറയും, ഒരുവൻ നിന്നെ അറിയുന്നവൻ, അവസ്ഥയെ അറിയുന്നവൻ, എത്രയാണ്ടായി, എത്ര നാളായി, എത്ര ദിവസമായി നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ പിന്നിലെ കാര്യകാരണ സഹിതം നിന്നെ അറിയുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം എന്നോട് പരിശുദ്ധം അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നു. നീ അനുഭവിക്കുന്ന വിഷയത്തിന്റെ കാര്യകാരണ സഹിതം അറിയുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. നിന്റെ വിടുതലിനെ തടയാൻ നിൽക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധമ വീടപെടുക, പരിശുദ്ധമ വീടപെടുക. ഞാനിത് പറയുമ്പോ നിന്റെ നന്മയെ തടയുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ അവൻ ഉടയുക, ഉടയുക. ചില കുടുംബങ്ങളെ നന്മയെ വിടുതലിനെ തടയുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ഉടഞ്ഞു മാറുന്നു. പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ചില വിടുതലുകൾ, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ചില ദൈവിക പ്രവർത്തികൾ ഈ ദിവസങ്ങൾ സ്വർഗം തന്റെ ജനത്തിന് വേണ്ടി ചെയ്തെടുക്കുന്നു. ദൈവ പ്രവർത്തികൾ തന്റെ മക്കൾക്കായി വെളിപ്പെടണേ. ഹല്ലേലൂയ. 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 കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് ചിലതിനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ പോകും. പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ചില കർത്താവ് ചെയ്തെടുക്കാൻ പോവുക. നിങ്ങൾ പറയുമായിരിക്കും, എനിക്ക് വേണ്ടിയോ? ഹല്ലേലൂയ. ആ അതെ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കണ്ടുവന്ന വിഷയങ്ങൾ, കണ്ടു പരിചയിച്ച് അഡ്ജസ്റ്റായി പോകുന്ന ആ വിഷയങ്ങൾക്കകത്ത് തന്നെ ദൈവം ചില മിറക്കിളുകൾ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മനുഷ്യൻ പറയുക, ഞാൻ കിടക്കുന്നതേ കരുണയുടെ ഭവനത്തിനകത്താണ്. ബെഥസ്ദ എന്നാൽ അതിൻ്റെ അർത്ഥം കരുണയുടെ ഭവനം എന്നാണ്. ഞാൻ കിടക്കുന്നതേ കരുണയുടെ ഭവനത്തിനകത്താണ്. പക്ഷെ എന്നോട് ഇതുവരെ ആരും കരുണ കാണിച്ചിട്ടില്ല. എന്നോട് ഇതുവരെ ആരും എനിക്ക് വേണ്ടി ഒന്നും അവൻ നിന്ന് തന്നിട്ടില്ല. എന്താ ചെയ്യേണ്ടിയേ? എന്നെ എടുത്തൊന്ന് ഈ കുളത്തിനകത്താക്കണം. കുളം കലങ്ങുന്ന സമയത്ത് എന്നെ എടുത്തൊന്ന് കുളത്തിനകത്ത്, ഒരു ദയ, ഒരു കരുണ, ഇത്രയും വർഷമായി ഞാനൊക്കെ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നോട് ആരും കാണിച്ചിട്ടില്ല. പക്ഷെ സ്വർഗം പറയുക, കരുണയുടെ ഭവനത്തിനകത്ത് മനുഷ്യന്മാരാരും കരുണ കാണിക്കാനില്ലാതിരിക്കെ കരുണയുടെ നാഥൻ, കാരുണ്യവാൻ ഇറങ്ങുന്നുണ്ട്. വെറുതെ അല്ലെന്നേ, നേരത്തെ മുതലേ നിനക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ച നിന്റെ വിടുതലിനെ നിന്റെ കരത്തിലേക്ക് തരാൻ നിനക്ക് വേണ്ടി ദൈവം എഴുതി വെച്ച ദൈവിക പദ്ധതികളെ നിന്റെ ജീവിതത്തിനകത്ത് നടപ്പിലാക്കുവാൻ വേണ്ടി സ്വർഗം ഇറങ്ങുക. ആ കർത്താവ് ഇറങ്ങിയാൽ അതിനെ തടയുവാൻ, ഇന്നലകൾ നിന്റെ നന്മയെ തടഞ്ഞ, ഇന്നലകൾ നിനക്ക് കരുണ നിഷേധിച്ച, ഇന്നലകൾ നിനക്ക് വിടുതൽ നിഷേധിച്ച ഒരു മനുഷ്യനോ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കോ കഴിയത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടോ? ഈ വിടുതലിനെ നിങ്ങൾ പ്രാപിക്കാൻ പോവുക.
ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കുമെന്ന് ഒരു വിശ്വാസം ഇല്ലായിരുന്നു. യേശുവിനെ അറിയത്തുകൂടെ ഇല്ലായിരുന്നു ആ മനുഷ്യന്. ഹല്ലേലൂയ. ഞാൻ ചുമ്മാതെ പറയുവല്ല, ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടും കൂടെ ഇല്ല. ആ കൊളക്കരയിലുള്ള എല്ലാവർക്കും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കുറിച്ച് അവർക്ക് അറിയാവാൻ എന്ത് സംഭവിക്കായിരുന്നു? എല്ലാവരും നേരെ യേശു നിൽക്കുന്നിടത്ത് പോയി സൗഖ്യമായേനെ. ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് കൂടെ ഇല്ല. ഹല്ലേലൂയ. ഈ മനുഷ്യനോട് യേശു ചോദിക്കുക, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് പറഞ്ഞു, ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. യേശു പറയുക, നിന്നെ കുളത്തിലാക്കാനല്ല പോകുന്നേ, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. ഹല്ലേലൂയ. യേശുവിനെ ഈ മനുഷ്യൻ അറിയാൻ വയ്യെന്ന് ഞാൻ പറയാൻ കാര്യം എന്നറിയാവോ? ഈ മനുഷ്യൻ കേട്ട പാടെ എന്താ സംഭവിക്കുമെന്ന് അറിയല്ല. പുള്ളിക്കാരൻ ചാടി വീഴുന്നങ്ങ് എഴുന്നേറ്റു, കിടക്കയും ചുരുട്ടിയെടുത്ത് ഒന്ന് നിവർന്ന് നിന്നപ്പോൾ അടുത്ത് നേരത്തെ നിന്ന ആളിനെ എന്തായാലും സൗഖ്യമായല്ലോ. പുള്ളിക്കാരൻ കിടക്കയും കഷത്തിടുക്കി നടന്നു പോവുക. ഹല്ലേലൂയ. ആരൊക്കെയോ കണ്ടു, ഈ മനുഷ്യൻ ശബത്ത് നാളായിട്ട് കിടക്ക എടുത്തോണ്ട് നടക്കുക. തട്ടിയിട്ട് ചോദിക്കുക, ഡേ എങ്ങോട്ട് പോവുക? ഞാൻ വീട്ടിൽ പോവുക. എന്തോ പറ്റി? ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു കിടക്ക എടുത്ത് നടക്കാൻ പറഞ്ഞു. ഈ മനുഷ്യനോട് ചോദിക്കടാ, ഇന്ന് ഞായറാഴ്ചയാ. ഞായറാഴ്ച നല്ല, ഇന്ന് ശബത്താ. ഹല്ലേലൂയ. ഇന്ന് ശബത്താ. നിന്നോട് ആര് പറഞ്ഞു ശബത്തിൽ കിടക്ക എടുക്കാൻ? ജോലി ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു കിടക്ക എടുത്ത് നടക്കാൻ. ഇവർ ചോദിച്ചു, ആരാ? ആ, ഹല്ലേലൂയ. ഒരു പക്ഷേ യേശു ആയിരിക്കും എന്ന് പോലും അറിയാൻ ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് അറിയത്തില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരു പക്ഷേ യേശുവായിരിക്കും. കാരണം ഇന്ന് വരെ അത്ഭുതം ചെയ്തിട്ടുള്ളതിന് ജനം മുഴുവൻ യേശുവിന്റെ പുറകെ നടക്കുക. അവർക്ക് മുഴുവനും യേശുവിനെ അറിയാം. ഞാൻ കേട്ടിട്ടുണ്ട് യേശു എന്ന സൗഖ്യമാക്കുന്ന ഒരുവനെ കുറിച്ച്. ആ കർത്താവായിരിക്കും എന്ന് പറയാൻ ഈ മനുഷ്യൻ യേശുവിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ ഈ മനുഷ്യൻ സൗഖ്യമായി. ഹല്ലേലൂയ. ഞാൻ പറയും, നിങ്ങൾക്ക് വാസ്തവത്തിൽ യേശുവിനെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. കർത്താവേ, അങ്ങയിൽ എനിക്ക് വിടുതലുണ്ടെന്ന് പറഞ്ഞ് കേട്ടൊരറിവുണ്ട്. അങ്ങ് എനിക്ക് നന്നായി അറിയുകയില്ല, അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവരുണ്ടോ? ഞാൻ പറയും, നിങ്ങൾക്ക് യേശുവിനെ വേണ്ടും വിധം അറിയില്ലെങ്കിൽ പോലും ഹല്ലേലൂയ, ആ കർത്താവിനും നിങ്ങളെ അറിയാം. ആ കർത്താവിനും നിങ്ങളെ അറിയാം. ആ കർത്താവ് നിങ്ങളെ തേടി വരും. നിങ്ങളുടെ വിഷയത്തിനകത്ത് പരിഹാരം തരുവാൻ ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ മനുഷ്യൻ എപ്പോഴാണ് യേശു എന്ന് അറിയുന്നേ? അദ്ദേഹം ചർച്ചിൽ പോയി. യേശു കർത്താവ് ചർച്ച മുടങ്ങത്തില്ല. നമ്മൾ മുടങ്ങും, പക്ഷെ കർത്താവ് മുടങ്ങത്തില്ല. ഇദ്ദേഹം ചർച്ചിൽ പോയി ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ മനസ്സിലായി എന്തേലും ഒരു റോള് കർത്താവ് ചെയ്തിട്ടുണ്ടാകും. മേ ബി വചനം പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവിടെ നിന്നപ്പോൾ സൗഖ്യമാക്കുന്നത് ആരെങ്കിലും ഒരു കൂട്ടമായി വരുന്നുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, ഇതേ യേശുവാ വരുന്നതെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ കണ്ടു, അയ്യോ, എന്നെ സൗഖ്യമാക്കിയത് യേശു. ഈ മനുഷ്യൻ തിരിച്ചു എന്ന് പറയുക, എന്നെ സൗഖ്യമാക്കിയത് യേശുവാ. ഹല്ലേലൂയ. പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് നേരെ ഇവൻ്റെ അടുക്ക വന്നിട്ട് പറയുക, നോക്ക്, ഇനിയും തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലിൽ പാപം ചെയ്ത്. അപ്പോൾ കൺഫേം സൗഖ്യമാക്കിയത് യേശു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, നമ്മളെ ആരും അറിഞ്ഞില്ലേലും, നമുക്ക് നേരാവണ്ണം കർത്താവിനെ അറിഞ്ഞില്ലേലും, കർത്താവിനെ നമ്മളെ നല്ലതുപോലെ അറിയാം. നമ്മുടെ ഹൃദയം അറിയാം, നമ്മുടെ ചിന്ത അറിയാം, നമ്മുടെ ഇഷ്ടങ്ങൾ അറിയാം, നമ്മുടെ അനിഷ്ടങ്ങൾ അറിയാം, നമ്മുടെ സന്തോഷം അറിയാം, നമ്മുടെ അസന്തോഷം അറിയാം. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർ, ഹല്ലേലൂയ, അവൻ കൂടെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നവർ, നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ചിന്തിക്കുന്നവർ മാറി നിന്നാലും, ഹല്ലേലൂയ, കർത്താവിന് പറയാനൊന്നുണ്ട്. നീ പരിചയിച്ചു പോയ വിഷയങ്ങളാണെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഒരു വിടുതൽ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. യഥാസമയം അത് നിന്റെ അടുക്കലേക്ക് വരാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നുണ്ടാകും, കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം, എനിക്ക് അങ്ങയെ അറിയണം, എനിക്ക് അങ്ങയോട് കൂടുതൽ നിൽക്കണം. പക്ഷേ എനിക്ക് ആമേൻ ഹല്ലേലൂയ അറിയാൻ തക്കവണ്ണം പലപ്പോഴും എൻ്റെ ബുദ്ധിയും എൻ്റെ സാഹചര്യങ്ങളും പരിമിതി വയ്ക്കുമ്പോൾ, എന്നെ അറിയുന്നവനെ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ, ഒന്ന് പറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ചില വിടുതലുകളുണ്ട്. ഞാനിത് ഉറപ്പോടെ പറയുക. ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശു
എന്ന വാതിലിന്റെ അടുക്കൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില വിടുതലുകളുണ്ട്. ഇതുവരെ അതിന്റെ ഒരു ലാഞ്ചന പോലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇതുവരെ ആ കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കോളം കലങ്ങുന്നത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ പറയാനൊന്നുണ്ട്. ആ കർത്താവ് ഇറങ്ങി വരിക, ആ കർത്താവ് ഇറങ്ങി വരിക. പ്രീ പ്ലാൻ ചെയ്തു വെച്ച ചില വിടുതലുകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുവാൻ. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? നമുക്ക് ദൈവസ്ഥയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? പ്രീ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില വിടുതലുകൾ നടപ്പിലാക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സ്വർഗം നമുക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. അവൻ ബെഥസ്ദാക്കുളക്കരയിലെ മനുഷ്യൻ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. കൊള്ളം പലതവണ കലങ്ങി, പലരും ഇറങ്ങി വിടുതൽ പ്രാപിച്ചു. പക്ഷെ ഈ മനുഷ്യന് വേണ്ടി ഇന്നേ വരെ കൊളം കലങ്ങിയില്ല. ഓരോ തവണയും ഈ മനുഷ്യൻ പോകുമ്പോൾ ഈ മനുഷ്യന് പകരമായി മറ്റൊരാൾ ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് പുറത്തു പോകുക. പക്ഷെ ഇന്ന് പകൽക്കാലം പറയുക, കർത്താവിന് പറയാനൊന്നുണ്ട്. ചില ആണ്ടുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മടുത്തുപോയ അവൻ ജീവിതത്തിനകത്തത് പരിചയിച്ചു പോയി, അതിനോട് നീ അഡ്ജസ്റ്റ് ആയി പോയി. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, നീ ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നിന്റെ ജീവിതത്തിനകത്ത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില വിടുതലുകളെ ഇന്നലകളിൽ എന്നോ പ്രാർത്ഥിച്ച് വിട്ടതാ. സ്വർഗം അന്ന് പ്ലാൻ ചെയ്ത് വെച്ചതിനെ നിന്റെ മേൽ എക്സിക്യൂട്ട് ചെയ്യാൻ, നിന്റെ മേൽ നടപ്പിലാക്കുവാൻ, നിന്റെ മേൽ ചെയ്തെടുക്കുവാൻ വേണം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇറങ്ങുക. നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളെ ജയിപ്പാൻ, ഒതുക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ജയിപ്പാൻ, ദേശത്തിന്റെ നടുവിൽ ഒരു സാക്ഷ്യമായി ഉയർത്തുവാൻ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് ചലിക്കുക. ചില നാളുകളായി ആമൻ പഴക്കം വന്ന ചില രോഗങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പഴക്കം വന്ന ചില രോഗങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യം അത് ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. അവൻ പഴക്കം ചെന്ന ചില രോഗങ്ങൾ ആണ്ടുകളായി നിങ്ങൾ അതിൽ അവൻ ഭാരപ്പെടുന്നു, ആണ്ടുകളായി വ്യസനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ വർഷം തോറും കണ്ടിന്യൂസ് ആയി ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ മെഡിസിൻ കഴിക്കുന്നു അങ്ങനെ പറയുന്നവരുണ്ടോ? നാളുകളായി ചില വർഷങ്ങളായി ഞാൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി മെഡിസിനുകൾ കഴിക്കുക അങ്ങനെ പറയുന്നവർ ചിലരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗം ഇന്ന് പകൽക്കാലം അയക്കുക. അങ്ങനെയുള്ളവരൊന്ന് കരം ഉയർത്തി പിടിച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വർഷങ്ങളായി ചില വിഷയങ്ങൾക്കായി ആണ്ടുതോറും മരുന്ന് കുടിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നിന്നെ വ്യസനിപ്പിക്കുന്നു, നീ മരുന്ന് കഴിക്കും മാറും, വീണ്ടും ആ രോഗം നിന്നെ ബലഹീനപ്പെടുത്തുക. ഇന്ന് പകൽക്കാലം അസ്ഥി സംബന്ധമായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അങ്ങനെ ആണ്ടുതോറും നിന്നെ വ്യസനിപ്പിക്കുന്ന അസ്ഥി സംബന്ധമായ ചില രോഗങ്ങൾ, ഉദര സംബന്ധമായ ചില രോഗങ്ങൾ, അവൻ വർഷങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് നിന്നെ മെഡിസിനകത്ത് ഒതുക്കുന്ന ഒരു നിശ്ചിത ഇടവേളക്കകത്ത് രോഗമായി നിന്നിൽ വെളിപ്പെടുന്ന അവൻ ആ വിഷയങ്ങളുടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി അത് വെളിപ്പെടണേ. കർത്താവ് ഞാൻ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇന്ന് പകൽക്കാലം ഈ കരങ്ങളെ സന്ദർശിച്ചാട്ടെ. അവിടുന്ന് തൊടണ അങ്ങടെ മഹത്വം. ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ചില ഉള്ളം കൈക്കുള്ളിൽ, ചിലരുടെ ഉള്ളം കൈകൾക്കുള്ളിൽ ഒരു തീ വന്ന് പതിക്കുന്ന പോലെ അനുഭവം ഞാൻ കാണുക. ഒരു തീ വന്ന് പതിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ പിന്തുടർന്ന് വരുന്ന ചില രോഗങ്ങൾ ഇന്ന് പകൽക്കാലം ആ തീയുടെ മുമ്പിൽ സ്വർഗം ഹല്ലേലൂയ ദഹിപ്പിച്ചു കളയുന്നു. ദൈവത്തിന്റെ അഗ്നി ആ വ്യക്തികളുടെ മേൽ ഇപ്പോൾ ഇറങ്ങുന്നതിനായി സ്തോത്രം. ആ സൗഖ്യം പ്രീ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില വിടുതലുകളെ സ്വർഗം അങ്ങയുടെ മക്കളുടെ മേൽ പകരുന്നല്ലോ. അതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. In the name of Jesus, സൗഖ്യമാകട്ടെ. കർത്താവെ അവിടെ നിന്ന് വിടുവിച്ചിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം അവൻ കാലുമുട്ടുകളുമായി ബന്ധപ്പെട്ട ചില വിടുതലുകളെ സ്വർഗം ഇന്ന് പകരുന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഷോൾഡറുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടുന്നുവല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റിപ്സുമായി വാരിയല്ലുകളുമായി ബന്ധപ്പെട്ട ഇടിച്ചു നുറുക്കുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം ചലിക്കുന്നുവല്ലോ. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിട്ടുമാറാതെ കിടക്കുന്ന
ഉള്ളിലുള്ള വേദനകൾ സ്വർഗം അതിനെ സൗഖ്യമാക്കുന്നതിന് ഞാൻ അങ്ങേക്ക് സ്തുതിക്കുന്നു. അടിവയറിനകത്ത് പുകച്ചിന് പോലെ അനുഭവപ്പെടുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം അവിടെ അത്ഭുതം ചെയ്യുന്നതിനായി ഞാൻ അങ്ങേക്ക് സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം വിടുതലിന്റെ ദിവസം. പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ വിടുതൽ റിസീവ് ചെയ്തു. ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. ഈ ദിവസം കഴിയുമ്പോൾ ചില സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ സ്വയം വെളിപ്പെടുക. സന്ധ്യ സമയമാകുമ്പോൾ ഉള്ളം കാല് മുതൽ പുകച്ചിൽ അനുഭവിച്ച് പലപ്പോഴും ഉറക്കത്തിന് തടസ്സം വരുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് തന്നെ കേൾക്കുന്നുണ്ട്. സ്വർഗം നിങ്ങളെ സൗഖ്യമാക്കുക. സന്ധ്യ സമയം കഴിയുമ്പോൾ മുതൽ ഉള്ളം കാല് മുതൽ പുകച്ചിൽ വന്നിട്ട് നീ വല്ലാതെ വ്യസനിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്റെ മേൽ സൗഖ്യത്തെ പകരുന്നു. സൗഖ്യമാകുക. ദൈവശക്തി ഇപ്പോൾ ഇറങ്ങുക. ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങുക. ഇടയ്ക്കിടയ്ക്ക് ലൂസ് മോഷൻ പോലെ വന്നിട്ട് വയറിളക്കം വന്നിട്ട് അല്ല, ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസമല്ല, 1-2 തവണയല്ല, പല തവണയായി ഇത് ഇടയ്ക്കിടെ ഒരു അസ്വസ്ഥ രോഗം പോലെ നിങ്ങളെ ബലഹീനപ്പെടുത്തുന്നു. ആ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ചലിക്കുന്നു. അത് സംഭവിക്കട്ടെ. കർത്താവേ, ആ വിടുതൽ അങ്ങയുടെ മക്കളുടെ മേൽ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. പറയുന്നു ഒരു കാര്യം കൂടെ. ആമേൻ. ഭക്ഷണം കഴിച്ചാൽ ഒരു അരമണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ഒമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസി, ഊറി വരുന്നത് പോലെ ഒമിറ്റ് ചെയ്യാനൊരു ടെൻഡൻസിയോടെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുക. കർത്താവ് നിങ്ങളെ തൊടുന്നു. ആരായാലും കർത്താവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഏത് വ്യക്തിയാണെങ്കിലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ ചലിക്കട്ടെ. സൗഖ്യത്തോടെ നിൽക്കണം, സ്വാതന്ത്ര്യത്തോടെ പരസ്പരം കൃപ ചെയ്യണം. അങ്ങയുടെ മക്കളെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിടുതലായി അങ്ങയുടെ മക്കളുടെ മേൽ ചലിക്കട്ടെ. വിടുതലോടെ നിൽപ്പാൻ സ്വർഗം സഹായിക്കണം. കൃപയിലൂടെ പൊതിയണം. ഇതിനകത്ത് പലവിധമായ രോഗങ്ങളോടെ ആയിരിക്കുന്നവരുണ്ട്. സ്വർഗം ചില വിടുതലുകൾക്കായി അങ്ങയുടെ മക്കളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ചില പ്രീ പ്ലാൻ ചെയ്ത വിടുതലുകൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി സ്വർഗം അയക്കുന്നതിനായി സ്തോത്രം. ദൈവകാര്യങ്ങളിലേക്ക് തരുന്ന മഹത്വം കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമേൻ.